റീലുകളിൽ ചിരിപ്പിച്ചു. യാത്രാ വിവരണങ്ങൾ കാസർഗോഡൻ ഭാഷയിൽ അവതരിപ്പിച്ചു. കാസർഗോഡൻ ഭാഷയിൽ കാസർഗോട്ടെ പാചക വീഡിയോകൾ അവതരിപ്പിച്ചു. പ്രേക്ഷകർക്ക് ചിരിയുടെ മുത്തായിരുന്നു ആത്മഹത്യ ചെയ്ത ചിന്നു പാപ്പു എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. അവരുടെ യഥാർത്ഥ പേര് രേഷ്മ എന്നാണ്. അവർ ഇന്ന് ആത്മഹത്യ ചെയ്തു. കാസർഗോഡൻ ശൈലിയിൽ പാചക വിശേഷങ്ങളും യാത്രകളുമായി ഇനി സോഷ്യൽ മീഡിയ പ്രേമികളുടെ മനസ്സിലേക്ക് വരാൻ ചിന്നു പാപ്പു ഇല്ല. ചിന്നു പാപ്പുവിൻ്റെ യഥാർത്ഥ പേര് രേഷ്മ. രേഷ്മ എന്ന ചിന്നു പാപ്പു സോഷ്യൽ മീഡിയയിൽ 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള താരമായിരുന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് വേണമെങ്കിൽ പറയാം. ജീവിതത്തെ പോസിറ്റീവായി കാണാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചിരുന്നു അവർ. ജീവിതത്തെ പോസിറ്റീവായി കാണാൻ അഭ്യർത്ഥിച്ചിരുന്ന ചിന്നു പാപ്പു ആത്മഹത്യ ചെയ്തത് ആസാദ് നഗറിലെ വാടക വീട്ടിൽ വെച്ച്. തൂങ്ങി മരിച്ച നിലയിലാണ് അവരെ കണ്ടെത്തിയത്. സൈബർ ലോകം ഞെട്ടലിലാണ്. കാരണം ഇത്രയും ചിരിച്ചുകൊണ്ട്, ഇത്രയും തുറന്ന് സംസാരിച്ചുകൊണ്ട്, കാസർഗോഡൻ ഭാഷ ജനഹൃദയത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു വലിയ ഫോളോവേഴ്സിനെ തന്നെ അവർ ഉണ്ടാക്കി. അവരുടെ സ്വകാര്യ ജീവിതം പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. അവരുടെ സ്വകാര്യ ജീവിതം കണ്ണീർ വീണ് നനഞ്ഞതായിരുന്നു. ആദ്യ വിവാഹം ഡിവോഴ്സിൽ അവസാനിച്ചു. വിവാഹമോചന കേസ് നടക്കുകയാണ് കോടതിയിൽ. ഒരാൺ സുഹൃത്തിനോടൊപ്പമാണ് ചിന്നു പാപ്പു താമസിച്ചിരുന്നത്. ആൺ സുഹൃത്തും ചിന്നു പാപ്പുവും തമ്മിലുള്ള വഴക്ക് സ്ഥിരമായിരുന്നു എന്നാണ് അയൽക്കാർ പറയുന്നത്. ചിന്നു പാപ്പുവിനെ ആൺ സുഹൃത്ത് നിരന്തരം ദിവസവും മർദ്ദിച്ചിരുന്നു. ചിന്നു പാപ്പു അതിൽ ദുഃഖിതയായിരുന്നു എന്നൊക്കെയാണ് അയൽക്കാരുടെ മൊഴി. ആൺ സുഹൃത്തിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ ചിന്നു പാപ്പു എന്ന മിടുക്കിക്കുട്ടിയുടെ ആത്മഹത്യയ്ക്ക് പിന്നിലെ കാരണങ്ങൾ പൂർണ്ണമായും വ്യക്തമാകും. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ അടുത്ത കാലത്ത് 2 ആത്മഹത്യ നടന്നു. ഒന്ന് ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന അബു അരീക്കോടിൻ്റെ ആത്മഹത്യയായിരുന്നു. അത് ഇടതുപക്ഷ വൃത്തങ്ങളെ ഞെട്ടിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു ആത്മഹത്യക്ക് കാരണം. അതിനുശേഷം നടന്ന ആത്മഹത്യയാണ് ചിന്നു പാപ്പുവിൻ്റെത്. ചിന്നു പാപ്പുവും അബു അരീക്കോടും 2 ദിശകളിൽ സഞ്ചരിച്ച വ്യക്തിയായിരുന്നു. അബു അരീക്കോട് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഇടതുപക്ഷത്തെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയപ്പോൾ ചിന്നു പാപ്പു പാചക വീഡിയോകളും പാചക വിശേഷങ്ങളും യാത്രാവിശേഷങ്ങളും ഒക്കെ പങ്കുവച്ചുകൊണ്ട് രംഗത്തെത്തി. 2 പേരും മരണമടഞ്ഞതിന് കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടാകാം എന്ന വിലയിരുത്തലാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ഉള്ളത്. പുറമേ കാണുന്നത് പോലെയല്ല സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ നിന്ന് പണം ലഭിക്കണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. മനസ്സ് അതിനുവേണ്ടി പാകപ്പെടുത്തേണ്ടി വരും. പൊളിറ്റിക്സ് കേരള തന്നെ പല പ്രാവശ്യം നിർത്തണമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ പ്രേക്ഷകരാണ് പണം നൽകി എന്നെ സഹായിച്ചത്. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, എൻ്റെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. എന്തായാലും ചിന്നു പാപ്പുവിൻ്റെ മരണം അത് സൃഷ്ടിച്ച നടുക്കം സോഷ്യൽ മീഡിയയിൽ പ്രകടമാണ്. ചിന്നു പാപ്പു മിടുക്കിയായ പെൺകുട്ടിയായിരുന്നു. ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകേണ്ട പെൺകുട്ടി. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ അവർ സജീവ സാന്നിധ്യവും ആയിരുന്നു. ആ പെൺകുട്ടി തന്നെ ആത്മഹത്യ ചെയ്തു. ഒരുപാട് പേർക്ക് ശുഭപ്രതീക്ഷകൾ കൊടുത്ത, ഒരുപാട് പേരെ ശുഭപ്രതീക്ഷകളിലേക്ക് നയിച്ച
ചിന്നു പാപ്പുവിൻ്റെ ആത്മഹത്യയുടെ കാരണം ദുരൂഹമായി തുടരുമ്പോൾ അതിനുള്ള ഉത്തരം തേടി അവളുടെ ആൺ സുഹൃത്തിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് പോലീസ്.